ഹായ്, ഈ ഓഗസ്റ്റ് 15-ാം തീയതി കോഡിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പാർട്ടായിട്ട് നമ്മൾ വൈകുന്നേരം 8 മണി തൊട്ട് 8:20 വരെ ആയിരുന്നു ആ ക്വിസ് കോമ്പറ്റീഷന്റെ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ റിസൾട്ട് റിവീൽ ചെയ്യും ഇന്നത്തെ ദിവസം നമ്മൾ അത് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു റിസൾട്ട് റിവീലേഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 10th സ്റ്റാൻഡേർഡ് +1 +2 ഈ പറയുന്ന ക്ലാസ്സസിലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന ക്യൂസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നത്. നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഈ പറയുന്ന ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്ത് ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളെയും നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തു. അവർക്ക് എല്ലാവർക്കും ലിങ്കുകൾ അയച്ചു കൊടുത്തു. കറക്റ്റ് 8 o'clock ലിങ്ക് കിട്ടി. അപ്പോൾ അവർ അതിനുശേഷം എന്ത് ചെയ്തു, അവരുടെ റെസ്പെക്റ്റീവ് ലിങ്കിൽ കയറിയിട്ട് അവരെന്ത് ചെയ്തു, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. അങ്ങനെ നമ്മൾ അതിനെ വാലുവേറ്റ് ചെയ്ത് കിട്ടിയ കുട്ടികളിൽ ചില എന്താണ് മൾട്ടിപ്പിൾ ഫസ്റ്റ് പ്രൈസ് മൾട്ടിപ്പിൾ സെക്കൻഡ് പ്രൈസ് ഒക്കെ വന്നത് അതൊക്കെ ലോട്ട് ഇട്ടാണ് എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത് ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഓരോ ക്ലാസ്സസിലും ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, ആർക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്, തേർഡ് പ്രൈസ് കിട്ടിയെന്നുള്ളതാണ്. സോ ഇതിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തുവെങ്കിലും നമുക്ക് അക്കോർഡിംഗ് ടു ദ റൂൾസ് എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ. പക്ഷെ ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികളും ദേ ആർ ആക്ച്വലി സക്സസ്ഫുൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിൽ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അവർക്ക് അതിനുള്ള കൺഗ്രാറ്റുലേഷൻസ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണ്. പിന്നെ കറക്റ്റ് 8 o'clock ആയപ്പോഴത്തേക്കും എന്താ പറയുക, ലിങ്ക് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ വന്നിരുന്നു. വെരി ഗുഡ്. അത്രയും എന്താണ് സീരിയസ് ആയിട്ട് ഈ പറയുന്ന ഒരു കോമ്പറ്റീഷനെ കൺസിഡർ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. സോ നമുക്ക് 10ാം ക്ലാസ്സിന്റെ റിസൾട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ, സോ 10ാം ക്ലാസ്സിന്റെ റിസൾട്ടിലേക്കാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മയൂഖ എന്ന് പറയുന്ന കുട്ടിക്കാണ്, ഫ്രം അൽഫോൺസ സീനിയർ സെക്കൻഡറി സ്കൂൾ. സോ കൺഗ്രാറ്റുലേഷൻസ് മയൂഖ. സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് സായുനാണ്, ഗവൺമെന്റ് ബോയ്സ് HSS കൊയിലാണ്ടി. കൺഗ്രാറ്റുലേഷൻസ്. തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് അനുനന്ദ എസ്, പെരളശ്ശേരി AKG GHSS. അപ്പോൾ ആ കുട്ടിക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് +1ന്റെ റിസൾട്ട് ആണ്. +1 ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് മുഹമ്മദ് ഷഹൽ എന്ന് പറയുന്ന കുട്ടിയാണ്, EMEA HSS കൊണ്ടോട്ടി. ആൻഡ് സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് യാദവ് കിഷൻ ആണ്, സെന്റ് ജോസഫ്സ് ബോയ്സ് HSS കാലിക്കറ്റ്. തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഫാത്തിമ റിയ GHSS പട്ടിക്കാട്. അപ്പോൾ ഈ 3 ആൾക്കാർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇവർക്ക് എന്താ പറയാ, ഈ പറയുന്ന മത്സരത്തിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ +2ന്റെ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്ന ഹിബ PK, കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഹിബ. സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് അൻകിത് KP, സാവിയോ HSS കോഴിക്കോട്. അതേപോലെ തന്നെ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രയംബക് EMGHSS പാലക്കാട്. സോ കൺഗ്രാറ്റുലേഷൻസ് വീണ്ടും വൺസ് അഗൈൻ ഈ പറയുന്ന 3 ആൾക്കാർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. എന്തായാലും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇതിൽ പങ്കെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് തന്നെ നമ്മൾ എന്ത് പറയാണ്, വലിയൊരു നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലുള്ള സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള നിങ്ങളെ പഠിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന എന്താണ് പ്രോഗ്രാംസും അതേപോലെ തന്നെ മത്സരങ്ങളുമായിട്ട് കോഡ് മുന്നോട്ട് തന്നെ വരും. അപ്പൊ ഇനിയും നമുക്ക് ഇതേപോലത്തെ മത്സരങ്ങൾ ഉണ്ടാവും. ആ മത്സരങ്ങളിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം, ഇതേപോലെ തന്നെ പ്രൈസുകൾ വാങ്ങണം. സോ എല്ലാവർക്കും ഒന്നുകൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. നിങ്ങളുടെ പ്രൈസസ് വിൽ ബി ഗിവൺ ടു യു ബൈ എന്താണ് നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ പ്രൈസ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. സോ ഇനിയും അടുത്തൊരു എന്താണ് കോമ്പറ്റീഷൻ നമുക്ക് വീണ്ടും അടുത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് കരുതുന്നു. So thank you all.